കോട്ടയം ജില്ലയുടെ മലയോര മേഖലയിൽ വലിയ നാശമാണ് ഉരുൾപൊട്ടലുണ്ടാക്കിയത്. അപ്രതീക്ഷിതമായി എത്തിയ മലവെള്ളപ്പാച്ചിലിൽ ഉടുതുണിയൊഴികെ മറ്റ് സർവ്വതും നഷ്ടപ്പെട്ട് വിറങ്ങലിച്ചു നിൽക്കുകയാണ് മലയോരവാസികൾ. ദുരന്തബാധിതർക്ക് കൈത്താങ്ങായി സേവാഭാരതി പ്രവർത്തകരും ഉരുൾപൊട്ടൽ മേഖലയിൽ സജീവമാണ്. തീക്കോയിൽ നിന്നും അരുൺ കൊടുങ്ങൂർ തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം. കോട്ടയം ജില്ലയുടെ മലയോര മേഖലകളിൽ വലിയ രീതിയിലുള്ള നാശനഷ്ടങ്ങളാണ് ഉരുൾപൊട്ടൽ ഉണ്ടാക്കിയിരിക്കുന്നത്. ഇപ്പോഴും ആ ദുരന്തത്തിന്റെ ആഘാതത്തിൽ നിന്നും ഈ നാടൊന്നാകെ മുക്തമായിട്ടില്ല. ഈ വീടൊന്നാകെ, ഈ പ്രദേശങ്ങളൊന്നാകെ പൂർണ്ണമായും വെള്ളം കയറി വലിയ നാശനഷ്ടങ്ങളാണ് ഉണ്ടായിരിക്കുന്നത്. എന്തായാലും ഈ വീട്ടിലെ ആളുകൾ നമുക്കൊപ്പം ചേരുകയാണെങ്കിൽ, ഇന്നലെ എപ്പോഴായിരുന്നു സംഭവം ഉണ്ടായത്? ഇന്നലെ സംഭവം ഉണ്ടായത് രാത്രി ഒരു 12:30 കൂടി സംഭവം ഉണ്ടായി. അന്നേരം ഒന്ന് വെള്ളം വന്നിറങ്ങി അങ്ങ് പോയി. അത് കഴിഞ്ഞ് വീണ്ടും ഒരു 2:30 ആയപ്പോഴത്തേനും അതിഭീകരമായിട്ട് വെള്ളം വന്നു. നമുക്കൊന്നും എടുക്കാൻ പറ്റുകയില്ലാത്ത അവസ്ഥയിലായിപ്പോയി. നേരം വെളുപ്പുള്ള റോഡിലായിരുന്നു, അതുപോലെ അവസ്ഥയായിരുന്നു. പക്ഷെ ഭയങ്കര വെള്ളമായിപ്പോയി. പെട്ടെന്ന് വന്നുകൊണ്ട് ഒരു കാര്യങ്ങളും എടുക്കാനും ഒന്നും പറ്റാത്ത അവസ്ഥയായിപ്പോയി. ഉടുതുണിക്ക് മറുതുണി ഇല്ലാത്ത ഒരു അവസ്ഥയിലായിപ്പോയി. അത് തന്നെയാണ്. ഞങ്ങൾ വെള്ളം വരുന്നത് കണ്ട് ഞങ്ങൾ സാധനങ്ങൾ പെട്ടെന്നൊന്ന് മാറ്റി ഞങ്ങളുടെ ജീവനം കൊണ്ട് ഓടുമായിരുന്നു. പെട്ടെന്ന് റോഡിൽ കയറി നിന്ന് നേരം വെളുത്തിട്ടാണ് ഞങ്ങൾ വീട്ടിലോട്ട് വന്നത്. അത് തന്നെയാണ്. എന്തായാലും ഒരു രാത്രി അവർക്ക് ഒരു കാരണവശാലും മറക്കാനാകില്ല ഈ രാത്രി എന്നത്. കാരണം അത്ര വലിയൊരു പ്രതിസന്ധിയിലൂടെയായിരുന്നു കടന്നുപോയത്. എന്തായാലും വലിയ രീതിയിലുള്ളൊരു സഹായം ഈ പ്രദേശം ഒന്നാകെ ഇപ്പോൾ സേവാഭാരതിയുടെ ഭാഗത്തു നിന്നും നടത്തി വരികയാണ്. ഇന്ന് രാവിലെ മുതൽ തന്നെ വിവിധ ഇടങ്ങളിൽ സേവാ പ്രവർത്തനങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞാൽ എന്തൊക്കെയാണ് പ്രധാനമായും നമ്മൾ ചെയ്തത്? നമ്മൾ രാവിലെ മുതൽ പാലാ ടൗണിലും തലനാട് മുതലായ പ്രദേശങ്ങളിലെല്ലാം വെള്ളം കയറി ആൾക്കാർ ബുദ്ധിമുട്ടുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അതേ സഹായത്തിന് വിളിക്കുന്ന അനുസരിച്ച് ഓരോ സ്ഥലങ്ങളിലും ആവശ്യമുള്ള സാധനങ്ങൾ എത്തിച്ചു കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഇവിടെ 17 കുടുംബങ്ങൾ വീടുകളിൽ വെള്ളം കയറി മാറി താമസിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. അവർക്ക് ഭക്ഷണത്തിനുള്ള സാധനങ്ങൾ എത്തിക്കണമെന്ന് പറഞ്ഞപ്പോൾ അതുമായിട്ട് ഇവിടെ ഇതാണ്. അതുപോലെ തന്നെ മുണ്ടക്കയത്ത്, അതുപോലെ തന്നെ പാലായിൽ ബ്രില്ലിൻ്റെയും മറ്റ് ഹോസ്റ്റലുകളിലും താമസിക്കുന്ന നിരവധി വിദ്യാർത്ഥികൾ, അവരുടെ ബന്ധുക്കൾ കേരളത്തിൻ്റെ പല ഭാഗങ്ങളിൽ നിന്നായിട്ട് കുട്ടികളുടെ വിവരം ചോദിച്ചുകൊണ്ട് അവരെ വീടുകളിൽ എത്തിക്കാനായിട്ടുള്ള, ബന്ധുക്കളെ വന്നാൽ അവരെ എങ്ങനെ ഇവർ തമ്മിൽ കണക്ട് ചെയ്ത് വീടുകളിൽ എത്തിക്കാനുള്ള സാഹചര്യം ഉണ്ടാകാനായിട്ട് നിരന്തരം വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിനുള്ള കാര്യങ്ങൾ രാവിലെ മുതൽ ചെയ്തുകൊണ്ടിരിക്കുകയാണ് സേവാഭാരതിയുടെ പ്രവർത്തകർ. എല്ലായിടങ്ങളിലും മഴ വീണ്ടും ശക്തമാകുകയാണ്. മുന്നോട്ടുള്ള ഒരു പ്രവർത്തനങ്ങൾ അത് 2018 ഏതാണ്ടൊരു സാഹചര്യമാണ് വന്നിരിക്കുന്നത്. അന്ന് എന്നുള്ളതിനേക്കാൾ ഡാം തുറന്നു വിട്ടു എന്നുള്ള ഒരു കൂടുതലായിട്ടുള്ള ഒരു സാഹചര്യമേ ഉള്ളൂ. ഇതിപ്പോൾ ഏത് അറ്റം വരെ പോകും എന്നുള്ളത് നമുക്കറിയില്ല. നമ്മളിപ്പോൾ അടിയന്തര സാഹചര്യം നേരിടാനുള്ള കാര്യങ്ങളാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ഏത് സാഹചര്യത്തെ നേരിടാനുള്ള ഒരു തയ്യാറെടുപ്പ് സേവാഭാരതിക്കുണ്ട്. നമുക്ക് മുൻപുള്ള അനുഭവങ്ങളും ഉള്ളതുകൊണ്ട് ഇതിനനുസരിച്ചുള്ള കാര്യങ്ങൾ ആസൂത്രണം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. തീർച്ചയായും അത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. എന്തായാലും വലിയ രീതിയിലേക്കുള്ള ഒരു അപകടം തന്നെ, അല്ലെങ്കിൽ ഒരു ദുരന്തം തന്നെയാണ് ഈ മേഖലകളിലൊക്കെ തന്നെ ഉണ്ടായിരിക്കുന്നത്. അവിടെ കൃത്യമായ രീതിയിലുള്ള ഒരു സേവന പ്രവർത്തനങ്ങളൊക്കെ തന്നെ നടത്തിക്കൊണ്ട് അവർക്ക് കൈത്താങ്ങാകുന്ന രീതിയിലേക്കുള്ള ഒരു പ്രവർത്തനങ്ങളാണ് ഇപ്പോൾ നടത്തി വരുന്നത്. അത് വരും ദിവസങ്ങളിലും കൃത്യമായി തന്നെ മുന്നോട്ട് കൊണ്ടുപോകാനാണ് സേവാഭാരതി തീരുമാനിച്ചിരിക്കുന്നത്.